ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ചിലർക്ക് പണത്തിനായിരിക്കും ബുദ്ധിമുട്ട്, ചിലർ പറയും പണം ഉണ്ടായിട്ടും കാര്യമില്ല, മനസ്സമാധാനം ഇല്ലെങ്കിൽ എല്ലാം പോയി എന്ന്. എന്നാൽ മനസ്സമാധാനവും സന്തോഷവും ഉള്ളവർക്ക് പണമുണ്ടാവില്ല. അതുപോലെ തന്നെ ചിലർക്ക് രോഗങ്ങളായിരിക്കും പ്രശ്നം. അങ്ങനെ ദൈവം ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾക്കുണ്ടാവുന്ന തടസ്സങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വേണം എല്ലാം തന്നെ മാറിക്കിട്ടാനായിട്ട്. പ്രശ്നങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും വരുന്ന സമയത്ത് നമുക്ക് പരിശ്രമിക്കാൻ മാത്രമേ, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ശ്രമിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെ നമ്മളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിശ്രമം വിഫലമായി പോവുകയേ ചെയ്യുള്ളൂ. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റി സന്തോഷകരമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്കും ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്നുള്ളത്. ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. പലരുടെയും കഥകൾ, എൻ്റെ ചുറ്റുപാടിലും നിൽക്കുന്ന ആൾക്കാരുടെ കഥകളായാലും, അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസുകൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതുവഴി, അല്ലെ വിളക്ക് കത്തിക്കുന്നത് വഴി ലഭിക്കുന്ന ഫലം എത്രമാത്രം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ചെയ്ത ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോ കണ്ട് പലരും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങി എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് പലരുടെയും ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ അന്ന് ആ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഇപ്പോൾ ഇതേ കുറച്ച് സമയം മുന്നേ വരെ എനിക്ക് അതിനിടയിലായിട്ട് കമൻസ് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ്. ഏത് സമയത്ത് കത്തിക്കണം, എങ്ങനെ കത്തിക്കണം, അതിൻ്റെ രീതികളെക്കുറിച്ച്, ഇങ്ങനെ കത്തിക്കാമോ അങ്ങനെ കത്തിക്കാമോ. അപ്പോൾ എല്ലാ ചോദ്യത്തിനും എനിക്ക് അങ്ങനെ റിപ്ലൈ തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുടെ ആ സംശയങ്ങളൊക്കെയും തന്നെ തീർത്ത് തരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ബ്രഹ്മമുഹൂർത്തം എന്ന് നോക്കാം. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നിറഞ്ഞ, അല്ലെങ്കിൽ വളരെ വിലപ്പെട്ട ഒരു സമയം എന്ന് തന്നെ പറയാം. ഈ സമയത്ത് എഴുന്നേറ്റ് ശുഭകരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഉപരി ജീവിതത്തിലെ എല്ലാ തലത്തിലും പുരോഗതി ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ശുദ്ധിയോടുകൂടി ഒരു വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു പുണ്യം നമ്മൾക്ക് വേറെയൊന്നുമില്ല എന്ന് തന്നെ പറയാം. ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായ സരസ്വതി ദേവി ഉണർന്നു പ്രവർത്തിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്തെ സരസ്വതിയാമം എന്നുകൂടെ അറിയപ്പെടുന്നത്. ബ്രഹ്മമുഹൂർത്തം എന്നാൽ സൃഷ്ടാവിൻ്റെ സമയം എന്നാണ് അർത്ഥം. നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള സമയം, നമ്മുടെ ഉള്ളിലുള്ള നല്ല കാര്യങ്ങളെ പുറത്തെടുക്കാനും നമ്മളെ നമ്മളാക്കി മാറ്റാനും കിട്ടുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം. ഒട്ടുമിക്ക ആൾക്കാരും, ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എത്ര മണിക്കാണ് ബ്രഹ്മമുഹൂർത്തം, അല്ലെങ്കിൽ ഏതാണ് ആ ഒരു സമയം, എത്ര മണി മുതൽ വിളക്ക് തെളിയിക്കാം, 6 മണിക്ക് തെളിയിക്കാമോ, 5:30 തെളിയിക്കാമോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും പലർക്കുമുണ്ട്. മാസവും ദിവസവും ജില്ലയും അനുസരിച്ച് സൂര്യോദയത്തിൻ്റെ സമയത്തിലും മാറ്റമുണ്ടാവുന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് അതോടൊപ്പം ബ്രഹ്മമുഹൂർത്ത സമയവും മാറും. ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് 2 നാഴികയാണ്. അതായത് 48 മിനിറ്റാണ് ഒരു മുഹൂർത്തത്തിൽ വരുന്നത്. സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയാണ് രാത്രി എന്ന് നമ്മൾ പറയുന്നത്. രാത്രിയുടെ അവസാനത്തെ കാൽഭാഗമാണ് ബ്രഹ്മമുഹൂർത്തം. അതായത് സൂര്യോദയത്തിന് മുന്നേയുള്ള 48 മിനിറ്റ്.
ഇപ്പം നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൂര്യോദയത്തിൻ്റെ 1 മണിക്കൂർ 34 മിനിറ്റ് പുറകിലേക്ക് നോക്കി ഒരു 4:30 ബ്രഹ്മമുഹൂർത്തം എന്നെങ്കിൽ അതിനുശേഷം 48 മിനിറ്റ് ബ്രഹ്മമുഹൂർത്തമാണ്. ദിവസവും ഈ ഒരു സമയം നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എല്ലാവർക്കും അത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പുലർച്ചെ 4:30 മുതൽ ഒരു 5:20 വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തമായിട്ട് പരിഗണിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കേണ്ട സമയത്തിൽ ഒരു സംശയം വേണ്ട. അത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലർച്ചെ 4:30 മുതൽ 5:20 വരെയുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് മറ്റൊരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത്, ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിളക്ക് വയ്ക്കുന്ന വീട്ടിലെ കുട്ടികൾ സൽസ്വഭാവികളായി വരും, ഉയർന്ന വിദ്യാഭ്യാസവും നേടി നല്ല കരിയറിൽ എത്തും, വീട്ടിൽ സർവ്വ സൗഭാഗ്യവും ഉണ്ടാകും, ഉറപ്പാണ്, അനുഭവമുണ്ട്. സത്യമാണ് കേട്ടോ ഈ ഒരു കാര്യം. ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് വഴി ഇപ്പം നമ്മുടെ വീട്ടിൽ ഞാനാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല അതിൻ്റെ ആ ഒരു ഗുണം ലഭിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണവും പുണ്യവും ലഭിക്കും. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അസുഖബാധിതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായാലും ഒക്കെയും തന്നെ ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നതായിരിക്കും. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മറ്റ് ചിലർക്കുള്ള സംശയമാണ്, ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ കുളിച്ചില്ല, എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് കുളിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും തെളിയിക്കാം എന്നുള്ളത്. അപ്പോൾ അത് പലരും പല രീതിയിലാണ് അതിനെ കാണുന്നത്. ഏതൊരു വിളക്കായാലും നമ്മൾ ഏതൊരു ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മൾ പൂർണ്ണമായും ശുദ്ധിയോടുകൂടി വേണം ചെയ്യാനായിട്ട്. അതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എന്നുള്ളത് അന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം നമ്മൾ എന്ത് തന്നെയായാലും ഒരു നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ പൂജാമുറിയിൽ ഈവൻ നമ്മൾ പൂജാമുറി ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും കുളിച്ച് ശുദ്ധിയോടുകൂടിയാണ് ആ ഒരു റൂമിലേക്ക് പ്രവേശിക്കുക. അങ്ങനെയാണ് എല്ലാവിടെയും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല, നിങ്ങൾക്കത് കേൾക്കുന്ന സമയത്ത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, നിങ്ങളത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനീ പറഞ്ഞതുപോലെ ദൈവികമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ശരീരശുദ്ധി വരുത്തിയിരിക്കണം. അതിന് പുറമെ മറ്റൊരു കാര്യം, കുളിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരശുദ്ധിയാണ്. പക്ഷേങ്കിൽ അത് മാത്രമല്ല നമ്മുടെ ശരീരശുദ്ധി എന്ന് പറയുന്നത്. കുളിക്കുക എന്നുള്ളത് മാത്രമല്ല, കുളിച്ചില്ലേലും കുഴപ്പമില്ല, കത്തിക്കാം എന്ന് പറയുന്ന സമയത്ത് ബ്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, രാവിലെ എഴുന്നേറ്റ് ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു 4:30 എഴുന്നേറ്റ് അതങ്ങ് കത്തിക്കാം എന്നുള്ള ചിന്താഗതി ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി വരുത്താമെന്ന് വിചാരിച്ചു. ഏതൊരു വിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെയും കുളിച്ച് വിളക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കായാലും കുളിച്ച് തെളിയിക്കാൻ സാധിച്ചാൽ ഉത്തമമാണ്. പക്ഷേ നമ്മൾ ഈ പുലർച്ചെ 4:30 എല്ലാവർക്കും തന്നെ എഴുന്നേറ്റ് കുളിക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുമ്പോഴും നമ്മുടെ ആരോഗ്യത്തെ കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്തൊക്കെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാനൊക്കെ സാധിക്കാത്ത ആൾക്കാരുണ്ടാവും. അവർക്കുള്ള ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ ദൈവം ആ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ കാര്യത്തിലും. എല്ലാവർക്കും പുലർച്ചെ 4:30 എഴുന്നേറ്റ് പോയി കുളിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ശുദ്ധി ആയതിനു ശേഷം, അതായത് കൈകാൽ മുഖമൊക്കെ കഴുകി അതിനുശേഷം നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ്. അതല്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി നേരെ പൂജാമുറിയിലേക്ക് പോകുന്നു, അവിടെ വിളക്ക് തെളിയിക്കുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരു ടേബിളിന് മുകളിൽ വെച്ച് കത്തിക്കുന്നു, അതിനെ കൊണ്ട് കാര്യമില്ല.
പിന്നെ ചിലർക്കുള്ള സംശയമാണ്, നമ്മളിപ്പം ഒരു ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് 21 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത്. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു 21 ദിവസം ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം, എൻ്റെ ആഗ്രഹം അങ്ങ് സാഫല്യമാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വിളക്ക് തെളിയിക്കാൻ തുടങ്ങി. ഒരു 10 ദിവസമായപ്പോൾ ബ്രേക്ക് വന്നു. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കതിൽ ബ്രേക്ക് വരുവാണ്, ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു ആഗ്രഹം 10ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ബ്രേക്ക് വരുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കത്തിക്കുമ്പോൾ 11 എന്ന് കൗണ്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ വീണ്ടും 1 എന്ന് കൗണ്ട് ചെയ്യേണ്ടി വരും. ഇനി ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇപ്പം ഒരാഗ്രഹം വിചാരിച്ച് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കണമെന്നില്ല. നിങ്ങൾ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വീട്ടിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യവും ഭഗവാൻ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ തെളിയിക്കുന്ന സമയത്ത് മിഡിലിൽ ഒരു ദിവസമൊക്കെ മിസ്സായി പോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് കൗണ്ട് ചെയ്യുന്നില്ലല്ലോ. അതല്ലാതെ കൗണ്ട് ചെയ്യുന്ന ഘട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൗണ്ടിങ് പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി മറ്റൊന്ന്, നിങ്ങൾ കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് 42 ദിവസമൊക്കെയാണ് പ്രാർത്ഥിച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിൽ ഉറപ്പായിട്ടും സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പീരീഡ്സ് പോലുള്ള സംഭവങ്ങൾ വരും. അപ്പോൾ ആ ഒരു സമയത്ത് കത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് നമുക്ക് അതിനുശേഷം, അതായത് നമ്മളിപ്പോൾ ഒരു 25 ദിവസം കത്തിച്ചതിന് ശേഷമാണ് പീരീഡ്സ് വരുന്നത്. വീണ്ടും ആ ഒരു പീരീഡ്സിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 26 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇത്രയും ഒരു ലോങ് ഡേയ്സ് പറയുമ്പം സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും അത് അങ്ങനെ ഒരു ലൈനായിട്ട് നമുക്കങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും ചിലർക്ക് സംശയമുള്ളത് കൊണ്ടാണ് അതെല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ വീണ്ടും ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. ഇനി ചിലർക്കുള്ള മറ്റൊരു സംശയം, ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും കഴിക്കാം, കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത് കുളിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ കൈകാൽ മുഖം കഴുകി നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത് പോലെ ഈ ഒരു ദിവസം നോൺ വെജ് കഴിച്ച് ശേഷം അങ്ങനെ കൊളുത്താൻ പാടില്ല, നിർബന്ധമായിട്ടും കുളിച്ചിരിക്കണം. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, ഒരു ആഗ്രഹം മാത്രമേ ഒരു പ്രാവശ്യം പറ്റുകയുള്ളൂ, അതോ 1-2 കാര്യങ്ങൾ കൂടി മനസ്സിൽ വിചാരിച്ച് ചെയ്യാമോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളിപ്പം ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു, 21 ദിവസമാണ്, 21 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാമെന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മളൊരാഗ്രഹം മനസ്സിൽ വിചാരിക്കുമ്പോൾ ആ ഒരാഗ്രഹം മാത്രമേ പറ്റുകയുള്ളൂ. ഒരു 2-3 ആഗ്രഹമൊന്നും ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അതല്ല, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എണ്ണം വയ്ക്കാതെ തെളിയിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആഗ്രഹവും മനസ്സിൽ പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങളൊരാഗ്രഹത്തിനായിട്ട് ഇത്ര ദിവസത്തേക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ഒരു സമയം ഒരാഗ്രഹം മാത്രമേ പറ്റുള്ളൂ. അതിനുശേഷം ഇപ്പോൾ 21 ദിവസത്തെ ഒരു വിളക്ക് തെളിയിച്ച് നിങ്ങളൊരാഗ്രഹം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കൊരു ദിവസം വിട്ട് നെക്സ്റ്റ് ഡേ മുതൽ മറ്റൊരു ആഗ്രഹം വിചാരിച്ചുകൊണ്ട് തെളിയിക്കാവുന്നതാണ്. പിന്നെ അടുത്ത ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ടായിരുന്നു, ഒരാഗ്രഹം വിചാരിച്ചിട്ടാണ് തെളിയിച്ചുകൊണ്ടിരുന്നത്. 26 ദിവസമായപ്പോഴേക്കും എൻ്റെ ആഗ്രഹം സഫലമായി. ഞാൻ വിചാരിച്ചത് 41 ദിവസം തെളിയിക്കാം എന്നാണ്. അപ്പോൾ ഈ ഒരു ആഗ്രഹം സാഫല്യമായതിനു ശേഷം വീണ്ടും അത്രയും ദിവസം തന്നെ തെളിയിക്കണമോ? തീർച്ചയായിട്ടും തെളിയിക്കണം. ഞാൻ ഈ ഒരു കാര്യം മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര ദിവസമാണോ വിചാരിക്കുന്നത് ആ ഒരു ദിവസം നമ്മുടെ ആഗ്രഹം പൂർത്തിയായാലും നമ്മളത് തെളിയിച്ചിരിക്കണം. ഈ പറയുന്നത് പോലെ തന്നെ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറഞ്ഞതുപോലെ ആവില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരുന്നു എന്ന് കാണുമ്പോൾ ഭഗവാനോട് കൂടുതൽ അടുക്കുകയല്ലേ വേണ്ടത്. നമ്മുടെ കാര്യം കണ്ടു കഴിഞ്ഞു, ഇനി ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തഴഞ്ഞിട്ട് പോകാൻ പാടില്ല. അതല്ലേ ശരി? ആ ഒരു കാര്യം മനസ്സിലാക്കണം.
ഇനി അടുത്ത ഒരാളുടെ സംശയം, മാഡം ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ? പ്ലീസ് റിപ്ലൈ. ഈ ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്നിരുന്നാലും പറയാം, ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാമോ എന്നതാണ് സംശയം എന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രമേ തെളിയിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ തെളിയിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യവും ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വീട്ടിൽ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രമേ തെളിയിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റൊരു തരത്തിലാണ്, അതായത് 2 പേർക്കായിട്ട്, അതായത് ഒരു ദിവസം ഞാൻ കത്തിച്ചു, ഒരു ദിവസം മറ്റൊരാൾക്കും കത്തിക്കാമോ എന്നുള്ള രീതിയിലാണെങ്കിൽ, സാധിക്കുകയാണെങ്കിൽ ഒരാൾ തന്നെ കത്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഒരാഗ്രഹം വിചാരിച്ച് കത്തിക്കുമ്പോൾ ആരാണോ കത്തിക്കാൻ തുടങ്ങിയത് ആ ആൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ദീപം തെളിയിക്കുന്നതാണ് നല്ലത്. ഇനി മിഡിലിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ അതിന് സാധിച്ചില്ല, അതിനെന്തെങ്കിലും തടസ്സം വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അടുത്തയാൾക്കും ആ ഒരു ദിവസം തെളിയിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത് ബെഡ്റൂമിൽ ടേബിളിൽ വച്ച് കത്തിക്കാമോ എന്നുള്ളതാണ്. ഇതും ഞാൻ മുന്നേ പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയിൽ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം, ഡൈനിങ് ഹാളിൽ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം, പൂജാ റൂമിൽ ചെയ്യാം. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ബെഡ്റൂമിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ പാടുള്ളതല്ല. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത് നിലവിളക്ക് കത്തിച്ചാൽ മതിയോ, ചിരാത് തന്നെ വേണോ എന്നുള്ളതാണ്. നിലവിളക്ക് കത്തിച്ചാലും മതി കേട്ടോ. ബ്രഹ്മമുഹൂർത്ത സമയത്ത് തെളിയിക്കുന്ന ഏത് വിളക്കും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തന്നെയാണ്. നിലവിളക്കും നിങ്ങൾക്ക് 5 തിരിയിട്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് തെളിയിച്ചു കഴിഞ്ഞാൽ അതും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തന്നെയാണ്. ഞാൻ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലാണ് വിളക്ക് കത്തിക്കുന്നത്. അതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൻ്റെ ബെഡ്റൂം ഒഴിച്ച് മറ്റുള്ള ഏത് ഭാഗങ്ങളിലും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു സംശയം, ഈ സമയത്ത് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ഓപ്പൺ ചെയ്യണോ? ഈ ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് വീട്ടിലിപ്പം ഒരു സ്ത്രീയാണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ ആ ഒരു വിളക്ക് തെളിയിക്കുന്ന ആൾ മാത്രമാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നത്. ആ വീട്ടിലെ എല്ലാവരും എഴുന്നേറ്റതിന് ശേഷം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ 90% വീട്ടിലുള്ള വീട്ടമ്മയാണ് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത്. ആ ഒരു സമയത്ത് വീട്ടിലുള്ള ആണുങ്ങളൊക്കെ കിടന്നുറങ്ങുമായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് അങ്ങനെ അത്രയും പുലർച്ചക്കൊന്നും തുറന്ന് ഇട്ട് വയ്ക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീട്ടിൽ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. സാധിക്കുന്നവർ മാത്രം ഓപ്പൺ ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അടച്ചിട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്ത വിളക്ക് പൂജാമുറിയിലാണോ കത്തിക്കേണ്ടത് എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൂജാമുറിയിൽ കത്തിക്കുന്നവർക്ക് അവിടെയും കത്തിക്കാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത് 21 ദിവസം കൊളുത്തിയപ്പോൾ പനി പിടിച്ചു, 5 ദിവസം മുടങ്ങി, വീണ്ടും കൊളുത്തി, ഇനി ആദ്യം മുതൽ കൗണ്ട് ചെയ്യണോ എന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ കൗണ്ട് ചെയ്തിട്ടാണ് നിങ്ങൾ കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മുതൽ വീണ്ടും 1 എന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങേണ്ടതാണ്. ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, ആ ഒരു സംശയം ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ. കിച്ചണിൽ കത്തിക്കാം എന്ന് പറഞ്ഞല്ലോ. കിച്ചണിൽ കത്തിച്ച് കഴിഞ്ഞ് അവിടെ പിന്നെ നമുക്ക് നോൺ വെജൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ എപ്പോൾ, പിന്നെ എവിടെ കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നോൺ വെജ് കുക്ക് ചെയ്യുന്നതുകൊണ്ട്, അതായത് നമ്മൾ കിച്ചണിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നുണ്ടെങ്കിലും നോൺ വെജ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോഴും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രാവിലെ വീടൊന്നും ക്ലീൻ ചെയ്തിട്ടായിരിക്കില്ലല്ലോ വിളക്ക് തെളിയിക്കുന്നത്. അതായത് രാവിലെ എഴുന്നേറ്റ് കൈകാൽ മുഖമൊക്കെ കഴുകി വിളക്ക് വയ്ക്കുന്ന സ്ഥലം തുടച്ചിട്ടായിരിക്കും വിളക്ക് തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ കിച്ചണായാലും ഹോളായാലും ഒക്കെ ക്ലീൻ ആക്കിയിരിക്കണം. ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണം. അതൊക്കെ അവിടെ തന്നെ വെച്ച് വീണ്ടും രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ കിച്ചണിൽ നമ്മൾ നോൺ വെജ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് രാത്രിയിൽ നമ്മൾ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ആ ഒരു വിളക്കി വെക്കുന്ന സ്ഥലം ഒന്ന് ജസ്റ്റ് തുടച്ച ശേഷം നമുക്കവിടെ വിളക്ക് വെക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കിച്ചണിൽ വയ്ക്കുന്നു എന്ന കാരണം കൊണ്ട് നോൺ വെജ് വയ്ക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഇതിൻ്റെ കൂടെ മറ്റൊരു കമൻറ്റ് കൂടെ ഒന്ന് വായിക്കാമേ.
മാഡം ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഉള്ള സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ സ്ഥിരമായി മാഡത്തിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ജ്യോതിഷം പഠിച്ച മാഡം ആ രീതിയിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അത് പഠിക്കാത്ത ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇത് ഒരു റിക്വസ്റ്റായിട്ട് എടുക്കുമെന്ന് കരുതുന്നു. ആക്ച്വലി ഇതിനൊരു റിപ്ലൈ കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാണ് കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു സാധാരണ ചിലപ്പോൾ എൻ്റെ ആ ഒരു സംസാര രീതി കൊണ്ടാകും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഒരാൾ കമൻറ്റ് ചെയ്തപ്പോൾ എനിക്കും തോന്നി എല്ലാ വാക്കുകളും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ മാക്സിമം അങ്ങനെയുള്ള വേർഡ്സ് ഒഴിവാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുക കേട്ടോ. ആ ഒരു കാര്യം ഞാൻ അത്ര കണ്ടങ്ങ് മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഞാൻ പരിഗണിക്കുന്നതാണ്. പിന്നെ അടുത്ത ഒരു ചോദ്യം, വിളക്ക് കത്തിച്ച ശേഷം പിന്നെ ഉറങ്ങാമോ എന്ന്. അതൊരിക്കലും പാടില്ല കേട്ടോ. ആ ഒരു കാര്യവും ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കത്തിച്ച് വീണ്ടും പോയി കിടന്നുറങ്ങുന്നത് കൊണ്ട് ആ ഒരു വിളക്ക് കത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടില്ല. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ പാടില്ല. രാത്രിയിൽ കുറച്ച് നേരത്തെ കിടന്നോളൂ. രാവിലെ കറക്റ്റ് സമയത്ത് ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക, വിളക്ക് കത്തിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല നല്ല കാര്യങ്ങളാണ്. പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല. നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറ്റി സന്തോഷവും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവാൻ ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിക്കുക. ധ്യാനം ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, യോഗ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. അതൊക്കെയും തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് വീണ്ടും പോയി കിടന്നുറങ്ങുന്ന ഒരാൾ അത് കത്തിക്കേണ്ടതില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി, അതായത് കോമൺ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ആ ഒരു മാറ്റങ്ങൾ തിരിച്ചറിയാനും അനുഭവിക്കാനും ഭാഗ്യം ഉണ്ടാവും. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടക്കാൻ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനായാലും ശരീരത്തിനായാലും ഭഗവാൻ കരുത്ത് തരും. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഏതൊരു വീട്ടിലായാലും രാവിലെ ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഒരു വിളക്ക് തെളിയിക്കുക എന്നുള്ളത് ഏതൊരാൾക്കും സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.